ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വാഗമൺ വഴി കട്ടപ്പനയിലോട്ടുള്ളൊരു യാത്രയിലോട്ടാട്ടോ നമ്മളിന്ന് പോകുന്നത്. അവിടെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അതായത് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അമ്മയുടെ ആങ്ങളയുടെ വീട് കരിമണ്ണൂരാണ്, ചീനിക്കുഴി, അവിടെ തൊടുപുഴ. അപ്പോൾ ഓൾറെഡി അവരുടെ വീട്ടിൽ നിന്ന് വണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കാണെങ്കിൽ ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് വേണം എറണാകുളത്തിന് ഉദയംപേരൂർ. അവിടെ കഴിഞ്ഞ ദിവസത്തെ കല്യാണ വീഡിയോ കണ്ടു കാണുമല്ലോ, അതിൻ്റെ റിസപ്ഷനാണ്. അപ്പം രാവിലെ ഓടി അവിടെ എത്തി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എറണാകുളത്തിന്, അതായത് കട്ടപ്പന ടു എറണാകുളം, അങ്ങോട്ടൊരു ലോങ് ജേർണി തന്നെയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നല്ല ബിസിയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാലാ വഴിയാണ് പോകുന്നത്. പാലായിൽ നിന്ന് എൻ്റെ അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വാഗമൺ വഴി ആണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വാഗമൺ ആ റൂട്ട് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അത്രയ്ക്ക് നല്ല രസമാണല്ലോ വാഗമൺ, മൂന്നാറൊക്കെ. നമ്മൾ എത്ര പോയാലും മതി വരാത്ത സ്ഥലങ്ങളാണ്, എത്ര കണ്ടാലും. എല്ലാവരും പറയും വാഗമൺ മുഴുവൻ മൊട്ടക്കുന്ന്, അവിടെ വേറെ എന്താ കാണാനുള്ളതെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ കാണാനുണ്ട്. അപ്പോൾ ദേ പൊന്നുമണി കയറി കുറച്ചൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങി. അതുകൊണ്ട് നല്ല ശാന്തമായിരുന്നു യാത്ര. അല്ലെങ്കിൽ അവൾ വൊമിറ്റ് ചെയ്യും. കാരണം അവൾക്ക് രാവിലത്തെ യാത്ര അത്ര പറ്റത്തില്ല. ഫുഡ് കഴിക്കാതെ വണ്ടി കയറി കഴിഞ്ഞാൽ അവൾ വൊമിറ്റ് ചെയ്യും. അവളാണെങ്കിൽ ഗ്യാസ് കയറും. അവൾക്ക് പെട്ടെന്ന് വയറുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം വയറുവേദനയാണ്. പിന്നെ മുഖമൊക്കെ മാറി ആകെപ്പാട് പുള്ളിക്കാരി ഇതാവും. അപ്പം ഞങ്ങൾ വണ്ടി നിർത്തും. കാരണം 1-2 തവണ ഞങ്ങൾക്ക് അനുഭവം പറ്റിയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് മുഴുവൻ അവൾ വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാവിലത്തെ യാത്ര അവൾക്ക് പറ്റില്ല, അല്ലേ പൊന്നുമണി? അവൾ വൊമിറ്റ് ചെയ്യും. പക്ഷേ എന്തോ ഈ യാത്രയിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു പാലായിന്ന്. അത് കഴിഞ്ഞപ്പോൾ അവൾ നല്ല സുഖമായിട്ട് കിടന്ന് കട്ടപ്പന വരെ ഉറങ്ങി. അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് കൊച്ചിന് പകരം എൻ്റെ ചേച്ചിയായിരുന്നു ഈ പ്രാവശ്യം വാൾ വെച്ച് തകർത്തത്. പിന്നെ വലിയൊരാകുമ്പോൾ പിന്നെ വണ്ടി നിർത്തി വാൾ വെക്കാമല്ലോ. പക്ഷേ തിരിച്ചു വന്നപ്പോൾ വണ്ടിയിലും വാൾ വെച്ചിട്ടോ. അപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ദൂരമുണ്ട്. എനിക്കൊന്ന് 2.5 മണിക്കൂറിന് മേളിലുണ്ടെന്ന് തോന്നുന്നു. 2.5 മണിക്കൂറൊക്കെ. വലിയൊരു ട്രാഫിക് ഇല്ലായിരുന്നു. സൺഡേ ആയിരുന്നു. എങ്കിൽ പോലും വലിയൊരു എന്താ പറയുക, റഷൊന്നും ഇല്ലായിരുന്നു കേട്ടോ റോട്ടിൽ. റൂട്ടൊക്കെ കാണാൻ നല്ല രസമല്ലേ, നല്ല തെളിഞ്ഞ അന്തരീക്ഷം. മഴയില്ലായിരുന്നു കേട്ടോ. മഴ ഇല്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നതൊക്കെ ചെറുതായിട്ടൊന്ന് തുള്ളി, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെന്താണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സിനെ തികയ്ക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. കാരണം ഈ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളുകളായിട്ടോ. കുറേ നാളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കുറേ നാളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൗദിയിലുണ്ടായിരുന്നപ്പം ഞാൻ ഹബ്സയും കൂടി തുടങ്ങിയ ഒരു ചാനലായിരുന്നു. പക്ഷേ ഞങ്ങളത് ആദ്യമൊക്കെ കുറച്ചൊക്കെ ആക്റ്റീവായിട്ട് ഞാൻ ഹബ്സൊക്കെ വീഡിയോ ഇട്ടു. പിന്നെ പതുക്കെ ഞങ്ങൾ വീഡിയോസ് ഇടാതായി. ഓക്കെ. അപ്പം എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒന്നും ഞങ്ങൾ അതിന് ഫോക്കസ് ചെയ്തില്ല. പിന്നെ ഇപ്പം നാട്ടിൽ വന്നപ്പോൾ പിന്നെ എനിക്ക് ഒന്നും കൂടി അത് പൊടി തട്ടി എടുക്കണമെന്നും കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ആക്കണമെന്നൊരാഗ്രഹം വന്നുകൊണ്ടാണ് ഞാനാണെങ്കിൽ അത്ര വ്യൂസ് ഇല്ലെങ്കിലും വീഡിയോസ് ഇടുന്നത്. പൊന്നുമണിക്ക് വീഡിയോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കരയുന്നത്. ഈ വീഡിയോ ഉള്ളു പൊന്നാ, അത് കണ്ടോപ്പാ. അപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല രസമല്ലേ? അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയുക, പോകുന്ന വഴികളൊക്കെ കാണാം കേട്ടോ.
നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത്യാവശ്യമൊക്കെ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് കേട്ടോ, കാരണം രാവിലത്തെ ഒരു യാത്രയല്ലേ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് രസമല്ലേ മേഘമൊക്കെ കാണാനായിട്ട്. അപ്പോൾ വാഗമൺ അതൊരു വികാരം തന്നെയാണ്. എത്ര പോയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും നമ്മളെ പോകാൻ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെയോ മൂന്നാർ, വാഗമൺ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കേട്ടോ ഇത്. ആ യാത്രകളിൽ എനിക്ക് ഒത്തിരി എന്തോ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിനോട്. നല്ല രസമായിരുന്നു കാണാൻ. വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ ഏകദേശം കട്ടപ്പനയുടെ മണ്ണിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ടപ്പനയിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫൈനലി നമുക്ക് വഴിയൊന്നും അത്ര നിശ്ചയമില്ല, കാരണം നമുക്ക് അറിയില്ലാത്തൊരു റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അമ്മാവനെയൊക്കെ വിളിച്ചു ചോദിച്ചിട്ടാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴിയൊക്കെ ഒന്ന് പാളിപ്പോയി. ഞങ്ങൾ പള്ളിയുടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാട്ടോ എൻഗേജ്മെൻറ്റ്. അപ്പം ആ പള്ളി കണ്ടിരുന്നു ഞങ്ങൾ, പക്ഷേ എങ്കിലും ആ പള്ളി നമുക്കറിയില്ലല്ലോ എവിടെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേയൊക്കെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആ പള്ളിയാണെന്ന് മനസ്സിലായത് കേട്ടോ. ഇത് രസമല്ലേ മേഘം കാണാൻ. ഇതിന് 1-2 സ്ഥലത്ത് പറഞ്ഞല്ലേ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് ഞാനതങ്ങ് എടുത്തതാണ്. അപ്പം നമ്മൾ ഏകദേശമൊക്കെ എത്താറായി. അവിടെ എനിക്കൊന്ന് 10:30 ആ ഒരു സമയത്താണ് നമ്മൾ ഏകദേശം 10:30 ആയിട്ടോ. ഇനി അവിടെ സ്റ്റാർട്ടായോ എന്നും അറിയില്ല. എനിവേ നമുക്ക് ചെല്ലാം. ഏകദേശം ആ ഒരു കറക്റ്റ് സമയത്തൊക്കെ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ശരിക്കും ഇടുക്കി ആ ഭാഗമൊക്കെ ഒരു ഗ്രാമം, ആ ഒരു അങ്ങനെ ഒരു ഏരിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് കേട്ടോ കട്ടപ്പന. ശരിക്കും ഒരു ഗ്രാമപ്രദേശം തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഓക്കെ, സംസാരിച്ചിരുന്നിരുന്നു നമ്മളത് ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തി. ഞങ്ങൾ വന്നപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. അവർ കേക്ക് മുറിക്കാനും വിളക്ക് കത്തിക്കാനും ഒക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഇടത് ഭാഗത്ത് നിൽക്കുന്ന കേട്ടോ അമ്മാവനും ഫാമിലിയും. വലത് ഭാഗത്താണ് പെണ്ണിൻ്റെ ഫാമിലി നിൽക്കുന്നത്. വലത് ഭാഗം എല്ലാവരും ഇടത് ഭാഗത്തേക്ക് തന്നെ വന്നിട്ടോ. അപ്പം ജസ്റ്റ് വിളക്ക് കത്തിക്കുന്ന ഒരു സമയമായപ്പോഴായിരുന്നു നമ്മൾ എത്തിപ്പെട്ടത് കേട്ടോ. ഇത്രയും ദൂരം ഓടി വന്നതല്ലേ. അപ്പോൾ അവർ സാരി എടുത്ത് നിൽക്കുന്ന കേട്ടോ പെണ്ണിൻ്റെ ചേച്ചിമാർ. അങ്ങനെ അവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഒരുപാട് കാത്തിരുന്ന ശേഷം കേട്ടോ. ഒത്തിരിയൊക്കെ ആലോചിച്ച് സെറ്റായില്ലായിരുന്നു, നടക്കുന്നേ ഇല്ലായിരുന്നു. അതാണ് ദൂരം ഒന്നും ഞങ്ങൾ നോക്കാതിരുന്നത്. അപ്പോൾ കേക്കും വിളക്ക് കത്തിച്ചു. പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നേരെ ഉദയംപേരൂർ എറണാകുളത്ത് പോകാനായിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്ത് എല്ലായിടും ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ടയേർഡായിട്ടോ. പൊന്നുമണി ഉറങ്ങി ആകപ്പാടെ എഴുന്നേറ്റിരുന്നു. ഇത്ര ദൂരമായിരുന്നല്ലോ. പിന്നെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഡ്രസ് കോഡ് ഇതായിരുന്നു കേട്ടോ. പിന്നെന്താണ്,